പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വരാറില്ലേ, ചുളിവുകളൊക്കെ മാറുന്നതിനും അതുപോലെ കാരയൊക്കെ പെട്ടെന്ന് മാറുന്നതിനും അതുപോലെ തന്നെ നമ്മൾ വെയിലൊക്കെ ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുറച്ച് സമയം മാത്രം നമ്മൾ വെയിലത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ടാൻ അടിക്കുന്ന വെയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ വെയിലൊക്കെ കൊണ്ടതിന് ശേഷം നല്ല ടാനൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്, മരമഞ്ഞളാണ്. ഇത് നമുക്ക് എല്ലാ അങ്ങാടി കടകളിലും മേടിക്കാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിയതാണ് ഈ മരമഞ്ഞൾ. ഇത് നമുക്ക് ഇതുപോലെ തടിയായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. ചില സ്ഥലത്ത് പൊടിയായിട്ട് മേടിക്കാനും കിട്ടും. പൊടിയായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഉറപ്പൊന്നുമില്ല മരമഞ്ഞൾ തന്നെയാണ് ഇത് പൊടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തടി മേടിക്കുന്നത്. ഞാനിപ്പോൾ ഈ തടി മേടിച്ചതിന് ശേഷം ഇതൊരു കല്ലിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മരമഞ്ഞളിൻ്റെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം, നല്ല ക്ലീൻ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തൈരാണ്. തൈരോ പാലോ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തൈര് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ തൈരാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിക്കാം. കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നല്ല ക്ലെൻസറാണ് ഈ തൈരും റോസ് വാട്ടറും കൂടി, വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പാലും റോസ് വാട്ടറും കൂടി ആണെങ്കിലും നല്ലതാണ്. പാല് തനിയായാലും അതുപോലെ തൈര് തനിയായാലും നല്ല എഫക്റ്റ്, നമുക്ക് നല്ല ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നതാണ്. എന്നാലും ഒന്നുകൂടി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ക്ലെൻസ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പാക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കൂടുതൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ തൈര് മാത്രമായാലും അല്ലെങ്കിൽ പാല് മാത്രമായാലും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് തുടച്ച് കളയണം. ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം നമ്മൾ എടുത്തൊന്ന് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു മാറ്റം നമുക്ക് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് തുടച്ച് കളയാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു മാറ്റം തന്നെയാണ് നമ്മുടെ ഫേസിനുള്ളത്. അതായത് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കരുവാളിപ്പൊക്കെ അങ്ങ് മാറി കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ പഞ്ചസാരയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് മരമഞ്ഞൾ അരച്ചത് നമുക്ക് എടുക്കാം. ഒരു 3/4 സ്പൂണാണ് മരമഞ്ഞൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് 1 സ്പൂൺ മസൂർ ദാലിൻ്റെ പൊടിയാണ്. മസൂർ ദാലിൻ്റെ പൊടിയോ ഇതല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മസൂർ ദാലിൻ്റെ പൊടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടിയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. മസൂർ ദാലിൻ്റെ പൊടി എടുത്തു. ഇനി കുറച്ച് അലോവേര ജെൽ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണിന് വേണ്ടി അലോവേര ജെൽ എടുത്തു, അതും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കിത് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മൾ മരമഞ്ഞളിൻ്റെ പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മരമഞ്ഞളിൻ്റെ പൊടി മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്കിത് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ അരിപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ മസൂർ ദാലിൻ്റെ പൊടിയൊക്കെ ആണെങ്കിലും ചെറിയൊരു തരിയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ നല്ല ബലം കൊടുത്ത് ഒരു കാരണവശാലും നമ്മൾ ബലം കൊടുത്ത് മസാജ് ചെയ്യുകയേ ചെയ്യരുത്. ഇപ്പോൾ നന്നായിട്ട് ഫേസിലെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് തന്നെ വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് സ്ക്രബ് ചെയ്യരുത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ സ്ക്രബ് ചെയ്യുകയേ ചെയ്യരുത്. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മൂക്കിൻ്റെ ഈ സൈഡിൽ ഈ ഭാഗത്തൊക്കെയാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നത്. അവിടെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം.
ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടച്ച് കളയാം. കണ്ടില്ലേ, നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യം ആകുമ്പം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത്. ടാനൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആവും. ഫേസിൽ കണ്ടല്ലോ, ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ ഒന്നും ഒരു ശകലം പോലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണുകയില്ല. അതേപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ എടുക്കാം. കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് വേണ്ടുന്നതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 തുള്ളി ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴ്വശത്തും തേക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ഫേസിൽ നല്ലൊരു മാറ്റം വരികയൊക്കെ ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഭംഗിയുള്ളതായി മാറും. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പാക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ അരച്ച് വെച്ചിരിക്കുന്ന മരമഞ്ഞൾ ബാക്കി ഇത്രയും ഇരിപ്പുണ്ട്. ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് എടുത്താൽ മതി. ഈ പാത്രത്തിലേക്ക് കുറച്ച് അലോവേര ജെൽ ഇട്ട് കൊടുക്കണം. ഏകദേശം 1 സ്പൂൺ അലോവേര ജെൽ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ സ്പൂണാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ മസാജ് ചെയ്തത് കഴുകി കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാം. കഴുകി കളഞ്ഞില്ലെന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കഴുകിയൊന്നും കളയുന്നില്ല. ഇതിലേക്ക് തന്നെ ഈ മസാജ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഈ പാക്കും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നല്ല കട്ടിക്ക് നല്ല ക്രീമിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഈ പാക്ക് മാത്രമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെയധികം നല്ലതാണ്. അത് മുഖത്തിനുണ്ടാകുന്ന കറുത്ത പാടുകളെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആയി കിട്ടുന്നതിനും നല്ല സോഫ്റ്റ് ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും ഈ പാക്ക്. അതുപോലെ തന്നെ മുഖത്ത് വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആയി പോകുന്നതിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ പാക്ക് ഞാൻ എൻ്റെ ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. 10 മിനിറ്റ് ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടുകയില്ല. കാരണം അത്രയും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിത് ഇട്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. 10 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാം. ഇതുപോലെ വേണം മസാജ് ചെയ്ത് കഴുകിക്കളയാനായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ തുടച്ച് കളയാൻ പോവുകയാണ്. ഇല്ലേ, നല്ലൊരു മാറ്റം തന്നെ ഇല്ലേ ഫേസിന്? നല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും.
സ്ക്രബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ മാസത്തിൽ ഒരിക്കലോ മറ്റോ ചെയ്യേണ്ടത്. ബാക്കി 3 സ്റ്റെപ്പ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാവുന്നതാണ്. വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. ഇല്ല, ഇപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ് ഫേസ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് ഈ തുണിയിലേക്ക് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്നതാണ്. കാരണം നമ്മൾ മിക്കവാറും ഉള്ള പാക്കുകളെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. മുഖത്തിന് നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. നമ്മൾ പാക്കൊക്കെ ഇടുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ ഓപ്പൺ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. അതൊക്കെ ഒന്ന് അടയുന്നതിന് വളരെയധികം നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് പൊടിയൊക്കെ കയറി വീണ്ടും മുഖക്കുരുവൊക്കെ വരാനായിട്ട് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. ഏത് പാക്കായാലും ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞ് നേരിട്ട് ഫേസിൽ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ്. മുഖമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഐസ് ക്യൂബൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെയധികം ചിലവൊന്നും ഉള്ള കാര്യമല്ല. അതായത് ഈ മരമഞ്ഞൾ എന്ന് പറയുന്നത് വളരെ വലിയ വിലയൊന്നും കൊടുക്കണമെന്ന് കാര്യമില്ല നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിന്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. നമുക്ക് സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെയധികം നല്ലത് തന്നെയാണ്. ടാനൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യമാണിത്. അതുപോലെ തന്നെ നമുക്ക് കരിമങ്കലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ കരിമങ്കലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അകത്ത് ഏകദേശം ഒരു 1.5 മാസമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ആ കരിമങ്കലിയൊക്കെ മാറുകയുള്ളൂ. അപ്പോൾ കരിമങ്കല്യം വന്നു കഴിഞ്ഞാൽ മാറാൻ കുറച്ച് പാടാണ്. ഒരു ദിവസം കൊണ്ടൊന്നും മാറി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കുറച്ച് പഴക്കമുള്ള കരിമങ്കലിയാണെങ്കിലും മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ ബൈ.